ഈ മാസം ഇത് എത്രാമത്തെ സാരിയാ മോഹനേട്ടാ ഇത്? എന്തിനാ ഇങ്ങനെ കാണുമ്പോൾ തുണികൾ വാങ്ങുന്നത്? ആവശ്യത്തിനും അതിലേറെ ഉണ്ടല്ലോ എനിക്ക്. മോഹനൻ കയ്യിലേക്ക് വെച്ച സാരി വിടർത്തി ഭംഗി ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ ഉറക്കെ അയാളോട് പരാതിയും പറഞ്ഞു ഭുവന. ഗോൾഡൻ യെല്ലോ കളറിലുള്ള മനോഹരമായൊരു സാരിയായിരുന്നു മോഹനൻ അത്തവണ ഭുവനയ്ക്കായി വാങ്ങിയത്. ഇഷ്ടമായില്ലേ ഭുവി? നിനക്ക് ഇഷ്ടമുള്ള കളർ ആയതുകൊണ്ടാണ് കണ്ടപ്പോൾ തന്നെ എടുത്തത്. പ്രണയത്തോടെ ഭുവനയെ നോക്കി മോഹനൻ ചോദിച്ചത് കേട്ട് ചുവന്നു പോയവളുടെ മുഖം. ഒരുപാട് ഇഷ്ടമായി മോഹനേട്ടാ എനിക്കിത്. അല്ലെങ്കിലും മോഹനേട്ടൻ എനിക്കായി കൊണ്ടുവന്ന എന്തിനെങ്കിലും ഞാൻ ഇന്നേ വരെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ മനസ്സറിഞ്ഞല്ലേ എന്ത് എനിക്ക് മോഹനേട്ടൻ വാങ്ങിത്തരാറ്? മോഹനനോട് പറയുന്നതിനൊപ്പം ഭുവനയുടെ കണ്ണ് തൊട്ടപ്പുറത്തെ വീട്ടിലേക്കും ഇടയ്ക്കിടെ പായുന്നുണ്ട്. അവിടെ അടുത്ത ആ വീടിൻ്റെ അടുക്കളയോട് ചാരി ഇങ്ങോട്ട് തന്നെ നോക്കുന്ന ബിന്ദുവിനെ അവൾ അറിയാതെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഭുവനയുടെ സംസാരം അത്രയും. കയ്യിലെ സാരി വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചും നോക്കിയും ഭംഗി വാക്കുകൾ മോഹനനോട് പറഞ്ഞും കുറച്ചേറെ സമയം അവിടെ തന്നെ നിന്നു ഭുവന. ഇതിനിടയിൽ മുറ്റം തൂക്കാനായി ചൂലെടുത്ത് ബിന്ദു പുറത്തേക്കിറങ്ങിയതും ആശിച്ചത് നടന്നതുപോലെയൊന്ന് തിളങ്ങി ഭുവനയുടെ മുഖം. ബിന്ദു, ദീപം കാട്ടാറായോ? അതോ നേരത്തെയാണോ മുറ്റം തൂക്കൽ? പതിവ് കുശലാന്വേഷണം നിറഞ്ഞ ഭുവനയുടെ ചോദ്യത്തിൽ ഒരു ചിരി തെളിഞ്ഞു ബിന്ദുവിൽ. അത് പ്രതീക്ഷിച്ചിരുന്നുവെന്ന പോൽ. കുറച്ച് നേരത്തെ തൂക്കാന്ന് കരുതി ചേച്ചി, എന്നാൽ വേഗം മേല് കഴുകാലോ, അപ്പടി വിയർപ്പാന്നേ. ഭുവനയോട് പറഞ്ഞ് നിവർന്ന ബിന്ദുവിലാണ് മോഹനന്റെ കണ്ണുകൾ. ആഹാ, അടിപൊളി സാരിയാണല്ലോ ചേച്ചി. ഇന്ന് മോഹനേട്ടൻ കൊണ്ടുവന്നതാണോ? കയ്യിലെ ചൂൽ മുറ്റത്തേക്കിട്ട് നൈറ്റിയിൽ കൈയൊന്ന് തുടച്ച് ബിന്ദു വേഗം അപ്പുറത്തേക്ക് നടന്നതും അവളെ തന്നെ ശ്രദ്ധിച്ചു നിന്ന മോഹനന്റെ മുഖത്തൊരു വല്ലാത്ത തിളക്കം വന്നു. ഇപ്പോൾ മോഹനേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നതാടി. നല്ല രസമല്ലേ കാണാൻ? എനിക്ക് ഒത്തിരി ഇഷ്ടമായിടി. സാരി ദേഹത്തൊന്ന് വിടർത്തിയിട്ട് ഭംഗി ആസ്വദിച്ച് ഭുവന പറഞ്ഞതിന് ബിന്ദു ഒന്ന് നോക്കി മോഹനനെ. അവളെ തന്നെ നോക്കി നിന്നിരുന്ന അയാളുടെ കണ്ണുകളുമായി ഇടഞ്ഞു അവളുടെ കണ്ണുകൾ. ചെറിയൊരു പരിഭ്രമത്തോടെ ബിന്ദു മിഴികൾ അയാളിൽ നിന്ന് വെട്ടിച്ചു മാറ്റിയതും മോഹനൻ അവളെ ഭുവനെ അറിയാതെ നോക്കി നിന്നു. ബിന്ദുവിനെ കൊതിപ്പിക്കും വിധം ഭുവന സാരിയുടെ ഭംഗിയെപ്പറ്റിയും മോഹനൻ ഇടയ്ക്കിടെ അങ്ങനെ വാങ്ങിത്തരാറുള്ള സാധനങ്ങളെപ്പറ്റിയും അവളോട് വാ തോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടയിൽ സാരി നിവർത്തി ഭംഗി നോക്കുന്ന ബിന്ദുവിൻ്റെ ശരീരത്തിൽ അറിയാതെ എന്നവണ്ണം ഇടയ്ക്കിടെ മോഹനന്റെ കൈ തട്ടുന്നത് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിച്ചു ബിന്ദു. അത് തിരിച്ചറിഞ്ഞ മോഹനന്റെ മുഖത്തെ തിളക്കം ഒന്നുകൂടി വർദ്ധിച്ചു. അല്പസമയം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ബിന്ദുവിലൊരു വശ്യമായ നോട്ടം നൽകി മോഹൻ. എൻ്റെ മോഹനേട്ടാ, മോഹനേട്ടനിങ്ങ് വന്നേ, ഞാനൊന്ന് ഉപ്പും മുളകും ഒഴിഞ്ഞിടട്ടെ നിങ്ങളെ. ആ ബിന്ദുവിൻ്റെ കണ്ണേറുണ്ടാകും നിങ്ങൾക്ക്. പിന്നെ നീ ഒന്ന് പോയേ ഭുവി, അവൾക്കതല്ലേ പണി. എൻ്റെ എന്തിരുന്നിട്ടാ അവൾ എന്നെ കണ്ണുവെക്കുന്നത്? ഉള്ളിലെ സന്തോഷം അടക്കി ആകാംക്ഷയോട് തിരക്കി മോഹനൻ. മോഹനേട്ടൻ എന്നോട് കാണിക്കുന്ന സ്നേഹവും ഇഷ്ടമൊക്കെ കണ്ട് ആരാണ് എൻ്റെ മോഹനേട്ടനെ കണ്ണുവെക്കാത്തത് ഇവിടെ? പെണ്ണുങ്ങളല്ല എപ്പോഴും പറയുന്നത് ഞാൻ എത്ര കേട്ടിരിക്കുന്നു. ബിന്ദുവിൻ്റെ കാര്യം പിന്നെ പറയണോ? ആ മനോജ് അവൾക്കൊന്നും വാങ്ങിക്കൊടുക്കില്ല. പൈസ ചിലവാക്കാൻ മടിയാണവന്. അവൾക്ക് സത്യം പറഞ്ഞാൽ മനോജിനോട് നല്ല ദേഷ്യമാണ്, ഒപ്പം എന്നോട് അസൂയയും. ഭുവനയുടെ സംസാരത്തിന് ചിരി മറുപടിയായി നൽകി അയാൾ ഉമ്മറത്തിരുന്ന് അന്നത്തെ പത്രം മറിച്ചു നോക്കാനെന്ന ഭാവത്തിലിരുന്ന് അപ്പുറത്ത് മുറ്റം തൂക്കുന്ന ബിന്ദുവിനെ ആർക്കും മനസ്സിലാവാത്തൊരു ചിരിയോടെ നോക്കിക്കൊണ്ടിരുന്നു. നല്ലോണം തടിച്ചു കൊഴുത്ത് ആരും ഇഷ്ടപ്പെടുന്ന ഷേപ്പുള്ള ശരീരമാണ് ബിന്ദുവിന്. കുനിഞ്ഞു നിന്ന് മുട്ടമടിക്കുന്ന ബിന്ദുവിൻ്റെ പിന്നാമ്പുറ അഴകിൽ നോക്കിയൊന്നും മെല്ലെ ചുണ്ട് നനച്ചു മോഹനൻ. അല്പസമയം മുമ്പ് അറിയാതെ എന്നവണ്ണം അവിടെയൊന്ന് തലോടിയ തൻ്റെ വലം കൈ അയാൾ ചുണ്ടോരം ചേർത്തൊന്ന്. പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരനുഭൂതിയിൽ കുളിർന്നു പോയവൾ. മോഹനനൊരു ചായ നൽകി ഭുവനയും മുറ്റം തൂക്കാൻ ഇറങ്ങിയതും അയാളുടെ കണ്ണുകൾ അവളിലൂടെയൊന്ന് അലഞ്ഞു. ചലിക്കുന്നൊരസ്ഥികൂടം. അയാൾക്ക് അങ്ങനെയാണ് അവളെ തോന്നിയത്. എന്തു തന്നെ വാങ്ങി തിന്നാൻ കൊടുത്തിട്ടും പുഷ്ടിപ്പെടാത്ത അവരുടെ ശരീരം ഓർത്തും പുച്ഛം നിറഞ്ഞ അയാളിൽ അവരോട്, പെണ്ണായാൽ അവളെ ബിന്ദുവിനെ പോലെ ആവണം. അവൾ അടുത്ത് നിൽക്കുമ്പോൾ പോലും ശരീരത്തിനൊരു ചൂടും ഉണർവുമാണ്. ആഞ്ഞു പുൽക്കി പിടിച്ച് ഞെരിക്കാൻ തോന്നും പലപ്പോഴും. ആ മനോജിൻ്റെ ഒരു യോഗം. പക്ഷെ ആ പൊട്ടൻ അവളെ സന്തോഷിപ്പിച്ച് നിർത്താൻ അറിയില്ല. അല്ലേലും എറിയാൻ അറിയാവുന്നവന് കമ്പ് കൊടുക്കില്ലല്ലോ ദൈവം. മോഹനൻ ചിന്തിച്ചിരിക്കുന്നേരം തന്നെ ഭുവന ദേഹം കഴുകാനായി ബാത്റൂമിൽ കയറിയതും മോഹനൻ പിടഞ്ഞെണീറ്റ് അതിരിനരികിലേക്ക് ചെന്നു. ഇരുട്ടു പടർന്ന അതിരിനരികിൽ ചെന്നതും നാലോ ചുറ്റുമൊന്ന് നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അതിരിൽ പതുങ്ങി നിൽക്കുന്ന ബിന്ദുവിനരികിലെത്തി അവളെ ആകെയൊന്ന് ഞെരിച്ചു. ശക്തമായി പുണർന്നു മോഹനൻ. ഒപ്പം തന്നെ അവളുടെ മുഖമാകെ ചുംബനങ്ങളും നൽകി. അതിനൊപ്പം, ഇന്നാ കയ്യിൽ വെച്ചോ, എന്താന്ന് വെച്ചാൽ ഇഷ്ടത്തിന് വാങ്ങിച്ചോട്ടോ.
പറയുന്നതിനൊപ്പം ഒന്നുകൂടി അവളെ പുണർന്ന് കുറച്ച് നോട്ടുകൾ അവളുടെ കയ്യിൽ വേഗത്തിൽ തിരികെ നടന്നു അയാൾ. ചുണ്ടിലൊരു ഗൂഢമായ ചിരിയോടെ വീടിനകത്തേക്ക് നടന്ന ബിന്ദു അലമാരയിൽ നിന്ന് തൻ്റെ പേഴ്സെടുത്ത് മോഹനൻ നൽകിയ പൈസ എണ്ണി അതിലുണ്ടായിരുന്ന പൈസയ്ക്കൊപ്പം വെച്ചു. ആ പേഴ്സ് നിറയെ ഉണ്ടായിരുന്നത് പലപ്പോഴായി മോഹനൻ നൽകിയ പണം തന്നെയായിരുന്നു. ഒന്നമർത്തി കെട്ടിപ്പിടിക്കുന്നതിനും 4 ഉമ്മ നൽകുന്നതിനുമുള്ള സമ്മതം നൽകിയതിനുള്ള പാരിതോഷികം. പ്രത്യേകിച്ച് പരിപാടിയിൽ ലാഭം ബിന്ദുവിന് തന്നെയായിരുന്നു. കാക്കയുടെ വിശപ്പും മാറും, പശുവിൻ്റെ ചൊറിച്ചിലും മാറും, അത്ര തന്നെ, കൂടുതലൊന്നുമില്ല. അതിലും അധികം ഒരു ശ്രമത്തിന് കഴിഞ്ഞുപോയ വർഷങ്ങളിലൊന്നും മോഹനൻ ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിലും പ്രായം 50 കടന്ന അയാൾക്ക് ഈ പ്രായത്തിൽ ലഭിച്ചൊരു സന്തോഷമാണ് ബിന്ദു. ഭാര്യ അറിയാതെ ചെയ്യുന്ന ഈ ഒരു കള്ളത്തരത്തിലൂടെ വല്ലാത്തൊരു സന്തോഷം, കിക്ക്, ഇതെല്ലാം കണ്ടെത്തുന്നുണ്ട് മോഹനൻ. ബിന്ദുവിന് ഇതിൽ നഷ്ടങ്ങളൊന്നുമില്ല. അവളുടെ കാഴ്ചപ്പാടിൽ തിരക്കുള്ള സ്ഥലങ്ങളിലും ബസ്സുകളിലും വെച്ചെല്ലാം എത്ര പ്രാവശ്യം നമ്മുടെ അനുവാദം പോലും വാങ്ങാതെ ഒരു പരിചയവുമില്ലാത്തവർ ചെയ്തു പോകുന്നൊരു കാര്യം തൻ്റെ സമ്മതത്തോടെ തനിക്ക് അറിയുന്നൊരാൾ ചെയ്യുന്നു. ശരീരം മുഴുവനായി നൽകാതെ തന്നെ ആവശ്യത്തിനുള്ള പണവും ലഭിക്കുന്നു. എല്ലാം നല്ലതിന്. തെറ്റ് ചെയ്യുന്നില്ല എന്ന ബോധത്തിൽ അവരെ ചെയ്യുന്നത് നാളെ വലിയൊരു തെറ്റായി തീരുമോ? കാത്തിരുന്ന് കാണാം നമുക്ക്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.